സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഇത് തന്നെയാണ്. ആദ്യം നിങ്ങളൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. കണക്ക് എളുപ്പമാകാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഉള്ള ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് എനിക്ക് 8 മാർക്കാണ് കിട്ടിയത്. ഫാൻസി നമ്പറല്ലേ, 8ാം ക്ലാസ്സിൽ ഓണപ്പരീക്ഷയ്ക്ക് 8 മാർക്കാണ് എനിക്ക് കണക്കിന് കിട്ടിയത്. പക്ഷേ ഈ ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെ കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാറങ്ങ് പോയി. എന്നിട്ട് പുതിയൊരു ടീച്ചർ വന്നു. ആ ടീച്ചറിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ആ ടീച്ചർ പഠിപ്പിക്കുന്നു. നല്ല അവരുടെ ആ ഒരു ടീച്ചിങ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. എന്നെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരെയൊക്കെ ഞാൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ രീതികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇത്രയ്ക്കേ ഉള്ളൂ എന്നുള്ളൊരു ഈസിനെസ് നമ്മളിൽ തോന്നിപ്പിച്ച് തരാൻ തുടങ്ങി. സോ ഞാൻ ഇൻസ്പയർഡ് ആവുന്നു. ക്രിസ്മസ് പരീക്ഷയ്ക്ക് എനിക്ക് 44 മാർക്ക് കിട്ടി, 50-ലാണേ. അപ്പോൾ ഓണപ്പരീക്ഷ മുതൽ ക്രിസ്മസ് പരീക്ഷ വരെ എന്ത് മാജിക്കാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിന് ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യം വന്നു എന്നുള്ളതാണ്. കണക്കിനോട് എനിക്കൊരു താല്പര്യം വരികയും അതെന്നെ ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്യുകയും ചെയ്യുന്നു, എന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനകത്തിലുള്ള കാര്യങ്ങൾ അറിയണമെന്നൊരാഗ്രഹം തോന്നുന്നു. ആ ആഗ്രഹമാണ് വേണ്ടത്. സോ ഈ ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ എൻജോയ് ചെയ്യുന്ന സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആയിരിക്കും. സോ അതുകൊണ്ട് ആ ഒരു താല്പര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതിനകത്തിൽ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക. അത് നിങ്ങളിലേക്ക് അത് അടിച്ചേൽപ്പിക്കപ്പെടുകയല്ല വേണ്ടത്, നിങ്ങൾ അതിലേക്ക് ചെല്ലുകയാണ് വേണ്ടത്. സോ അതിനുള്ളിൽ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുക.